നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ടെമ്പസ്റ്റ് എന്ന കെ ഡ്രാമയുടെ 8ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ പ്രസിഡന്റിന്റെ അസിസ്റ്റന്റ് ഒക്കെ നോക്കുമ്പോൾ ഹീറോയിനും കടലിൽ ചാടി രക്ഷപ്പെട്ടു. പിന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഈ അസിസ്റ്റന്റ് ഇതൊക്കെ ചെയ്യുന്നത് പ്രസിഡന്റ് അറിയാതെയാണ്. പ്രസിഡന്റ് ഒരിക്കലും ഹീറോയിനെ ജയിലിലാക്കണമെന്നോ അവളെ കുറ്റവാളിയാക്കണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഇതെല്ലാം അസിസ്റ്റന്റ് അമ്മായിയമ്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവും എന്താണ് ഇതിന്റെ എല്ലാം പിന്നിലെ കാരണമെന്ന്. അസിസ്റ്റന്റ് പോലീസുകാർക്ക് എല്ലാവർക്കും ഉത്തരവ് കൊടുക്കും ബോട്ടിൽ രക്ഷപ്പെട്ടു പോയ ഹീറോയിനെ പിടിക്കാനായിട്ട്. അങ്ങനെ കുറെ കോസ്റ്റ് ഗാർഡ് പോയിട്ട് ആ ബോട്ട് തടഞ്ഞു നിർത്തി അതിനകത്തുള്ള ആൾക്കാരെ പിടിക്കും. എന്നാൽ അതിനകത്ത് ഹീറോയിനും ഇല്ല. അതിനകത്തുള്ളതാവട്ടെ നമ്മുടെ കൂട്ടുകാരിയാണ്. ഈ സമയം ഹീറോയിനും കൂടെ കാർ എടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവര് ബോട്ടിൽ കയറിയില്ല, പകരം കാർ എടുത്ത് രക്ഷപ്പെട്ടു പോവുകയാണ്. അതേപോലെ മുത്തപ്പനെ കാണിക്കുകയാണെങ്കിൽ, ഹീറോയിനെ പഠിപ്പിച്ച സാറിനെ കാണിക്കുകയാണെങ്കിൽ, സാറ് പോലീസ് സ്റ്റേഷനിൽ വന്ന് സറണ്ടർ ചെയ്തിട്ടുണ്ട്. സാറും ഹീറോയിന്റെ കൂടെ കൂട്ടു നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്തിന്? രാജ്യ രഹസ്യങ്ങൾ ചോർത്താനായിട്ട്. ഹീറോയിന്റെ മാസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്ന് സറണ്ടർ അയക്കുന്നത്. എന്നാൽ ഇത് ഹീറോയിന് യാതൊരു അറിവുമില്ല. ഇയാള് ഹീറോയിനെ പൂട്ടാൻ വേണ്ടിയിട്ട് ചുമ്മാ ചെയ്യുന്നതാണ്. ഹീറോയിൻ സത്യം പറഞ്ഞാൽ ഒരു രാജ്യ രഹസ്യങ്ങളും ചോർത്തിയിട്ടില്ല. ഇയാള് ചുമ്മാ ഹീറോയിനെ വെച്ച് ഹീറോയിനെ അകത്താക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇവിടെ വന്ന് ഇങ്ങനെ പറയുന്നതാണ്, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇയാൾക്ക് എന്തെങ്കിലും നേട്ടം കാണുമായിരിക്കുമല്ലോ ഹീറോയിനെതിരെ തിരിയുന്നത് കൊണ്ട്. ആരാണ് ഇതിന്റെ പിന്നിലെന്ന് നിങ്ങൾക്ക് മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അതേപോലെ ഹസ്ബൻഡിന്റെ ബ്രദർ നാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ, ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട്. ഇനി എവന് ഇതിൽ വല്ല പങ്കുണ്ടോ അറിയില്ല. അമ്മായിയമ്മയെ കാണിക്കുകയാണെങ്കിൽ അമ്മായിയമ്മ ഏതോ വലിയൊരാളെ വന്ന് കാണുന്നുണ്ട്. എന്തോ കാര്യങ്ങൾ ഹീറോയിനിട്ട് പണി കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. എന്താണെന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല. എപ്പോഴും പറയാറുള്ളത് പോലെ മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. വീണ്ടും ഹീറോയിനെയും കാണിക്കുകയാണെങ്കിൽ അവരൊരു സ്ഥലത്ത് വന്ന് ഒളിച്ചിരിപ്പുണ്ട്. അവർക്ക് പുറത്തോട്ടിറങ്ങാനൊന്നും പറ്റില്ല. പോലീസ് അവരെ തേടി വരും. അതുകൊണ്ട് ഒരു സ്ഥലത്ത് കാർ ഒതുക്കി അവിടെ ഒളിച്ചിരിക്കുകയാണ്. ഒരു ഷെഡ് പോലത്തെ വലിയൊരു സ്ഥലം. ഹീറോയിൻ ഇപ്പൊ ഹീറോയിനെ വിശ്വാസമാണ്. കാരണം ഹീറോയിനെ രക്ഷിക്കാനായിട്ട് ഹീറോ മാത്രമല്ലേ വന്നോളൂ. അവന്റെ തോളത്ത് ചാരി കിടക്കും. അന്ന് ആ ഒറ്റ രാത്രിയിലെ സന്തോഷത്തിന് വേണ്ടിയാണ് ഇത്രയധികം വില ഹീറോയിൻ കൊടുക്കേണ്ടി വന്നത്. ഹീറോയിൻ അന്നേരം അറിയായിരുന്നു, അന്നേരം ആ ചെറിയ സന്തോഷം കിട്ടിയാൽ പിന്നെ അവള് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന്. എന്നാൽ അവൾക്ക് അതിൽ വിഷമമൊന്നുമില്ല. കാരണം ആ സന്തോഷം കിട്ടിയില്ലേ. ഹീറോയിൻ ഹീറോനോട് പറയും, അവളുടെ മാല കാരണമാണ് ഇത് ലീക്കായത്, അതിന് അവളാണ് ഉത്തരവാദി, അതുകൊണ്ട് തന്നെ നമുക്ക് നാട് വിട്ടു പോവാന്ന്. എന്നാൽ ഹീറോ ഇപ്രാവശ്യം ഒന്നും ചിന്തിക്കാതെ തന്നെ ഹീറോയിനോട് പറയും, നീ എങ്ങും നാട് വിട്ടു പോണ്ട. നമ്മുടെ രണ്ടുപേരുടെ ജീവിതത്തിന് വേണ്ടി ഇത്രയും ആൾക്കാരുടെ ജീവിതം നശിപ്പിച്ച് കളയേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ഇത് ചെയ്യാതിരുന്നാല് കുറെ ആൾക്കാർ മരിച്ചു പോകും. ഇപ്പൊ നമ്മൾ ചെയ്താലോ ചിലപ്പോൾ നമ്മുടെ രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയിക്കാം. പക്ഷേ ബാക്കിയുള്ള ജനങ്ങൾ രക്ഷപ്പെടും. നിന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നിന്റെ പിന്നിലായിട്ട് ഞാൻ എപ്പോഴും കാണുമെന്ന് ഹീറോ വാക്ക് കൊടുക്കും. ഇവർ ഈ യുദ്ധത്തിനെ തടയാനായിട്ട് തന്നെ തീരുമാനം എടുക്കും. ഹീറോയിനെ കെട്ടിപ്പിടിക്കും. അവർ ഒരുമിച്ച് പോവാണ് ഈ യുദ്ധം തീർപ്പാക്കാനായിട്ട്. കട്ട് ചെയ്താൽ അസിസ്റ്റന്റിനെയാണ് കാണിക്കുന്നത്, പ്രസിഡന്റിന്റെ അസിസ്റ്റന്റിനെ. അങ്ങോട്ടൊരു പോലീസുകാരൻ വന്നിട്ട് പറയും, ഹീറോയിനെ പിടിക്കാൻ പറ്റിയില്ല, നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ ഇനി സെർച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. എന്നാൽ അയാൾ നല്ല ദേഷ്യപ്പെട്ടിട്ട് ചൂടാവും. അത് രണ്ടും ഒന്നല്ലേ. എന്തായാലും ആ പോലീസുകാരനെ കുറെ ചീത്ത പറയും. ഇന്നേരം അസിസ്റ്റന്റിന്റെ ഫോണിലോട്ട് പ്രസിഡന്റ് വിളിക്കും. പ്രസിഡന്റ് വിളിച്ചിട്ട് ഇതൊക്കെ എന്താ നടക്കുന്നതെന്ന് ചോദിക്കും. പ്രസിഡന്റിന് ഹീറോയിനെ അകത്താക്കാൻ താല്പര്യമൊന്നുമില്ല. ഹീറോയിനെ ഇങ്ങനെ ദ്രോഹിക്കാൻ താല്പര്യമില്ല. എന്നാൽ ഹീറോയിനെ വേറെ കുറെ ആൾക്കാരൊക്കെയാണ് ദ്രോഹിക്കുന്നത്. കട്ട് ചെയ്താൽ അമ്മായിയമ്മേനെയാണ് കാണിക്കുന്നത്. അമ്മായിയമ്മ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ചെറുമോനെ കാണാനില്ല. ആ പയ്യനില്ലേ, അവനെ കാണാനില്ല. ആ പയ്യൻ എവിടെ പോയെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് കാണും. ആ പയ്യനെ വിളിച്ചോണ്ട് പോയത് ഹീറോയാണ്. അവൻ നേരത്തെ ബെഡ്ഷീറ്റിന്റെ അടിയിൽ ഒളിച്ചിരുന്നപ്പോ, ആ ഡെസ്കിന്റെ അടിയിൽ ഒളിച്ചിരുന്നപ്പോ ഹീറോ വന്ന് വിളിച്ചില്ലായിരുന്നോ, മോനെ കാണാൻ വന്നതാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഹീറോ ആയിരിക്കും അവനെ വിളിച്ചോണ്ട് പോയിട്ടുള്ളത്. ഇപ്പൊ ഇവരെ അവിടെ എല്ലാം തപ്പി നോക്കുമ്പോൾ അവനെ കാണാനില്ല. അവൻ എവിടെ പോയെന്ന് അറിയാൻ പാടില്ല. ഈ അമ്മായിയമ്മയ്ക്ക് ചെറുമോനോട് സ്നേഹം ഉണ്ടായിട്ടല്ല, പകരം ആ മോന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണുള്ളത്. ഇവിടെ വേറൊരു സ്ട്രാറ്റജി ഉണ്ട്, ഞാൻ അതെന്താന്ന് പറഞ്ഞു തരാം. ഹസ്ബൻഡ് എല്ലാ സ്വത്തുക്കളും ഹീറോയിന്റെ പേർക്കാണ് എഴുതി വെച്ചേക്കുന്നത്. $1 ബില്യൺ ആണ്, $1 ബില്യൺ. എന്നാൽ ഹീറോയിൻ ആ ഹസ്ബൻഡിനെ കൊന്നേന്ന് പറഞ്ഞാൽ അത് ഫ്രീസ് ആവും. അടുത്ത അവകാശി ആരാണ്? ഹസ്ബൻഡിന്റെ മോനാണ്. അപ്പൊ ഈ മോനാണ് ഈ പൈസ എല്ലാം കിട്ടാൻ പോകുന്നത്. ആരോ മനഃപൂർവ്വം ഹീറോയിന്റെ പേർക്ക് ഈ കേസെല്ലാം ഇട്ട് കൊടുത്തതാണ്. ആരോ മനഃപൂർവ്വം ഹീറോയിനെ കൊടുക്കാൻ നോക്കുന്നതാണ് ഈ സ്വത്തുക്കളെല്ലാം തിരിച്ചെടുക്കാനായിട്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗം ഉണ്ടാവുന്നത് അമ്മായിയമ്മയ്ക്ക് തന്നെയാണ്. അപ്പൊ അമ്മായിയമ്മ ആയിരിക്കാം. ഇപ്പൊ ആ പയ്യനെ കാണാത്ത അമ്മായിയമ്മ ടെൻഷൻ അടിക്കുകയാണ്. ആ പയ്യൻ എവിടെ പോയി? പയ്യനില്ലെങ്കിൽ സ്വത്തുക്കളൊന്നും കിട്ടത്തില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഒന്നുമില്ല. ആ പയ്യൻ എവിടെ പോയെന്ന് നോക്കിയാൽ ആ പയ്യനും അമ്മയും കൂടെ ആ പള്ളിയുടെ ബങ്കറിന്റെ അടിയിൽ ഒരു കട്ടിൽ കിടന്നുറങ്ങുകയാണ്. ഹീറോ അവരെ അവിടെയാണ് കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്. അവർക്കൊരു അപകടവും പറ്റാതെ ഹീറോ നോക്കാന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, അതുകൊണ്ട് അവർ അവിടെയാണ് കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്. ആ പയ്യന് ഒരുപാട് സന്തോഷമുണ്ട് അമ്മയുടെ കൂടെ ഉള്ളപ്പോഴേ. കട്ട് ചെയ്താൽ ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവരൊരു അമ്പലം പോലത്തെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഈ ഹീറോയിനോട് ഹീറോയിന്റെ ഹസ്ബൻഡ് മരിക്കണേന് മുമ്പ് ആ മാല പൊടിച്ച സമയത്ത് പീച്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഫ്രൂട്ട് അല്ല, അവരുടെ ഒരു കോഡ് ഭാഷയാണ്. ഹസ്ബൻഡിന് ഹീറോയിന് മാത്രമേ ആ സ്ഥലം അറിയാവൂ. പീച്ചസ് എന്ന് പറയുന്നത് അവരുടെ ഒരു കോഡ് ഭാഷയാണ്. അതെന്താണെന്നും ചോദിക്കല്. പീച്ചസ് എന്ന് പറഞ്ഞ അവരുടെ ഒരു കോഡ് ഭാഷയാണ്. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന് ഹീറോയിനും അറിയാവുന്ന ഒരു അമ്പലത്തിൽ വരും. ആ അമ്പലത്തിൽ വന്നിരിക്കുമ്പോൾ അവിടുത്തെ മുനി വന്നൊരു ചാവി കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ ഒരു പെട്ടിയും കൊടുക്കും. ആ പെട്ടി തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊരു കലമുണ്ട്. ഹീറോയിന്റെ കുട്ടി മരിച്ചതിന്റെ ചാരമാണ്. ചാരം എന്ന് തന്നെയല്ലേ പറയുന്നത്, ഒരു ഡിസ്റെസ്പെക്ട് അല്ലല്ലോ.
എനിക്ക് അതിന്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. ആ കുട്ടിയുടെ ചാരം ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ഒരു സെറാമിക് പാത്രത്തിൽ. ഞാൻ പറയുന്നതെല്ലാം മിസ്റ്റേക്ക് അല്ലേ? എനിക്ക് അതിന്റെ പേരൊന്നും കിട്ടുന്നില്ല. എന്തായാലും ചാരം അതിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഹസ്ബൻഡ് ഉദ്ദേശിച്ചത്. പീച്ചസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ചാരം ഇവിടെ വെച്ചേക്കുന്ന കാര്യം ഹസ്ബൻഡിന് ഹീറോയിനും മാത്രമേ അറിയത്തുള്ളായിരുന്നു. അതുകൊണ്ട് എന്തിനാണ് ഹസ്ബൻഡ് പീച്ചസ് എന്ന് പറഞ്ഞെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് അത് തുറന്നു നോക്കുമ്പോൾ, ആ പാത്രം തുറന്നു നോക്കുമ്പോൾ അതിന്റെ അടപ്പിൽ ഒരു USB ഉണ്ട്, അതുപോലെ തന്നെ ഒരു ലെറ്ററും ഉണ്ട്. ഹീറോയിനെ കാത്തുകൊണ്ട് പുറത്ത് തന്നെ നിപ്പുണ്ട് കേട്ടോ. ഹീറോയിൻ ആ ലെറ്റർ വായിക്കും. അത് എഴുതിയത് ഹസ്ബൻഡാണ് ഹീറോയിന് വേണ്ടിയിട്ട്. അതിനകത്ത് എല്ലാ സത്യങ്ങളും ഉണ്ട്. ഹസ്ബൻഡിന് രണ്ടാമതൊരു മോനുണ്ടെന്നുള്ള കാര്യം, അവിഹിതത്തിൽ ഒരു മോനുണ്ടെന്നുള്ള കാര്യം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഹസ്ബൻഡിന് ഹീറോയിനോട് പറയണമെന്നുണ്ടായിരുന്നു. പ്രസിഡന്റായിട്ട് നിൽക്കാൻ പോകുന്ന സ്ഥാനമില്ല രാജിവെച്ചിട്ട് അതെല്ലാം വിട്ടിറങ്ങി ഹീറോയിനുമായിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോയാൽ കൊള്ളാമെന്ന് അയാൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ അത് നടന്നില്ല. അതെല്ലാം നടക്കണതിന് മുമ്പ് അയാൾ മരിച്ചുപോയി. അയാൾ മരിക്കുമെന്ന് ഉറപ്പായിരുന്നു. അയാളുടെ ആൾക്കാരെ തന്നെ കൊല്ലുമെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അയാൾ മരിച്ചതിന് ശേഷം ഹീറോയിന് പ്രശ്നം വരാതിരിക്കാനായിട്ട് ആ USB-യിൽ എന്തൊക്കെയോ എവിഡൻസ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അമ്മയുടെ എവിഡൻസുകളാണ്. ഈ അമ്മ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അമ്മ ഹീറോയിനെതിരെ തിരിയുമെന്ന് ഹസ്ബൻഡിന് അറിയായിരുന്നു, സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ആ USB അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഹീറോയിൻ ഒരിക്കലും പെട്ടുപോകാൻ പാടില്ല. ഹസ്ബൻഡിന്റെ മരണത്തിന് ശേഷം ഹസ്ബൻഡ് ഹീറോയിൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ കുട്ടിയുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ഇനി പണ്ട് അറിയാതെ കാണാൻ പറ്റിയതാണെങ്കിലോ? ഹീറോയിൻ ഈ ലെറ്ററൊക്കെ വായിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം കരയും. കരഞ്ഞു കഴിഞ്ഞ് ഹീറോ അവിടെ നിൽപ്പുണ്ട്. ഹീറോനെ വന്ന് കെട്ടിപ്പിടിക്കും. എന്നിട്ട് അവനോട് നന്ദി പറയും. ഇത്രയും നേരം ഹീറോയിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നില്ലേ, അതുകൊണ്ടാണ്. പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ മറ്റേ സാറിരുന്ന് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് രക്തം ഛർദ്ദിച്ച് മരിച്ച് താഴെ വീഴും. ഇത് ആരുടെ പദ്ധതിയായിരിക്കും? ഹസ്ബൻഡിന്റെ അമ്മയുടെ പദ്ധതി തന്നെയാണ്. അമ്മയുടെ നല്ല രീതിയിൽ പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ സാറിനെ കൊല്ലാൻ പറ്റും. സാർ അവരുടെ കൂടെ തന്നെ നിന്നെയാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ സാറിനെ കൊന്നു കളഞ്ഞു. അതുമല്ല, ഈ അമ്മ പ്രസിഡന്റിന്റെ അസിസ്റ്റന്റിനെ കാണാൻ വന്നിട്ടുണ്ട്. ഇവര് തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. ഇപ്പൊ ഈ അസിസ്റ്റന്റ് അമ്മേനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഹസ്ബൻഡ് മരിക്കണതിന് മുമ്പ് നോർത്ത് കൊറിയയിലോട്ട് ഒരു കോള് പോയിട്ടുണ്ട്. ആ കോള് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നാണ് പോയത്. എന്നാൽ ഹസ്ബൻഡ് ആണോ ചെയ്തതെന്ന് യാതൊരു ഉറപ്പുമില്ല. അത് അനിയൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് കോള് പോയിട്ടുണ്ടെന്ന് നോർത്ത് കൊറിയയിലോട്ട്. എന്നാൽ ഹസ്ബൻഡ് ആണോ കോൾ ചെയ്തതെന്ന് അറിയാൻ പാടില്ല. ബ്രദർ വന്നിട്ട് അസിസ്റ്റന്റിനോട് കാര്യം പറഞ്ഞു. അങ്ങനെയാണ് ഇവർ കരുതിയത് ഹസ്ബൻഡ് ആണ് സ്പൈ എന്ന്. എന്നാൽ ആ കോൾ ഒരിക്കലും ഹസ്ബൻഡ് അല്ല വിളിച്ചത്, പകരം ഈ അമ്മയാണ് വിളിച്ചത്. ഇത് അസിസ്റ്റന്റിന് സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ ഉറപ്പായി. ഇത് അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ ചിരിക്കും. കാരണം അമ്മയ്ക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ട് ഒരു പ്രശ്നം വരത്തില്ല എന്ന്. അമ്മേനെ ഭീഷണിപ്പെടുത്തും ഇയാള്. പക്ഷെ അമ്മ ഭീഷണിപ്പെടുന്നില്ല. പകരം അമ്മയോട് നോർത്ത് കൊറിയയിലെ പ്രസിഡന്റിനെതിരെ നിൽക്കാൻ പറയും. അമ്മ സമ്മതിക്കുമായിരിക്കും, അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് യുദ്ധം സ്റ്റോപ്പ് ചെയ്ത് വെക്കാം, സൗത്ത് കൊറിയക്ക് സേഫ് ആയിട്ട് കളിക്കാം. അതാണ് ഈ അസിസ്റ്റന്റിന്റെ പ്ലാൻ. അതുപോലെ തന്നെ അപ്പുറത്തെ റൂമിൽ ബ്രദർ നിൽപ്പുണ്ട്. ഹസ്ബൻഡിന്റെ ബ്രദർ ഇല്ലേ, ആ ഹസ്ബൻഡിന്റെ ബ്രദർ ഒറിജിനൽ ആയിട്ട് ഈ അമ്മയുടെ മോൻ തന്നെയാണ്. പിന്നെ ഹസ്ബൻഡ് ഈ അമ്മയുടെ മോനല്ല. പക്ഷേ ഹസ്ബൻഡിന് അറിയത്തില്ലായിരുന്നു എന്ന് തോന്നുന്നു. അറിയില്ല, ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവാം. എന്തായാലും മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. അമ്മ അസിസ്റ്റന്റിനെ കണ്ടു കഴിഞ്ഞ് നേരെ അപ്പുറത്തെ റൂമിൽ ചെല്ലും. അവിടെ ബ്രദർ ഉണ്ട്. ബ്രദറിനെ ചെന്ന് മിരട്ടും. ഈ അമ്മ പറഞ്ഞ വേറെ വാക്കൊന്നുമില്ല. അത് കണക്ക് തന്നെ ബ്രദർ അനുസരിച്ചോണം. അവന് അമ്മേനെ നല്ല പേടിയുണ്ട്. അമ്മ ഇറങ്ങി എന്റെ കൂടെ വാടാന്ന് പറയുമ്പോൾ അവൻ പിന്നാലെ ചെന്ന് കാറിൽ കയറും. കാറിൽ കയറി അവരവിടെ നിന്ന് പോവുകയാണ്. അവന്റെ കയ്യിൽ ഒരു ഫയലുണ്ട്, ഫോൺ നമ്പേഴ്സിന്റെ ഫയലാണ്. വീട്ടിൽ നിന്ന് പോയ ഫോൺ നമ്പേഴ്സ് ആണ്. നോർത്ത് കൊറിയയിലോട്ട് കോള് പോയിട്ടുണ്ട്. അത് അമ്മയാണോ വിളിച്ചതെന്ന് അമ്മയോട് ചോദിക്കും. എന്നാൽ അമ്മ ഒന്നും പറയുന്നില്ല. ബ്രദറിന് മനസ്സിലായി അമ്മ ചേട്ടനെ കൊന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. എന്തിനാ ചേട്ടനെ നിങ്ങൾ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ അവരെന്താ പറയുന്നതെന്ന് അറിയാമോ? എനിക്കാകെ ഒറ്റ മോനേ ഉള്ളൂ, അത് നീയാണെന്ന്. ഇവര് സത്യം പറഞ്ഞ ഹസ്ബൻഡിനെ പിന്നെ എന്തിനാണ് വളർത്തിയത്? കൊല്ലാനായിരുന്നു. ഹസ്ബൻഡ് ഇവർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കൊന്നത്. ഹസ്ബൻഡ് സ്റ്റെല്ല എങ്ങ ആരാന്ന് കണ്ടുപിടിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഹസ്ബൻഡിനെ ബാക്കി വെക്കാതെ കൊന്നു കളഞ്ഞത്. ഈ അമ്മയ്ക്കെതിരെ ആര് വന്നാലും അവരെ കൊന്നു കളയും. ഈ നേരം ഹീറോയിനും അതുപോലെ തന്നെ അമേരിക്കൻ സെക്രട്ടറിയും പിന്നെ മറ്റേ ആ ബ്രോക്കർ ഇല്ലേ, ഹീറോയിനെ കാണാനായിട്ട് അർജന്റീനയിൽ നിന്ന് വന്ന ആ ബ്രോക്കർ, അവരെല്ലാരും കൂടെ ലാപ്ടോപ്പിൽ വീഡിയോ കോൾ ചെയ്യാണ്. ആ USB കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൽ നിന്ന് കുറെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ട് കുറെ പൈസയുടെ ഇടപാടിന്റെ ഇൻഫർമേഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. നോർത്ത് കൊറിയയിൽ നിന്ന് കുറെ പൈസ ഒരു ഷിപ്പിംഗ് കമ്പനിയിലോട്ട് പോയിട്ടുണ്ട്. ആ ഷിപ്പിംഗ് കമ്പനിയിൽ നിന്ന് ആ സെയിം പൈസ തന്നെ അമേരിക്കയിലോട്ട് പോയിട്ടുണ്ട്. അതിനർത്ഥം അമേരിക്കയിൽ നിന്ന് നോർത്ത് കൊറിയ എന്തോ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അമേരിക്കയിലെ പ്രസിഡന്റ് അറിയാതെ ഇല്ലീഗലായിട്ടാണ് വാങ്ങിക്കുന്നത്. എന്താണ് വാങ്ങുന്നത്? തോക്കും ആയുധങ്ങളുമാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് നോർത്ത് കൊറിയക്ക് ഇത്രയധികം ആയുധങ്ങളൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ ഒരിക്കലും അത്രയധികം ആയുധങ്ങൾ അവരെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. അമേരിക്ക അറിയാതെ അമേരിക്കയുടെ നിന്ന് ആരൊക്കെയോ ചാരന്മാര് ആയുധങ്ങൾ എടുത്ത് വിൽക്കുന്നുണ്ട്. അമേരിക്കയിലുള്ള ആൾക്കാർ തന്നെ പണത്തിന് വേണ്ടിയിട്ടാണ്. അത് ആരാണെന്ന് അറിയാമോ? അന്ന് സെക്രട്ടറി റൂമിൽ കയറാൻ നേരത്ത് ഒരാൾ തടഞ്ഞു വെച്ചില്ലേ ഒരു മുട്ട, ആ മുട്ടയാണ് ഇതിന്റെ പിന്നിലെല്ലാം. പൈസയ്ക്ക് വേണ്ടി സ്വന്തം രാജ്യത്തിലുള്ള ആയുധം തന്നെ നോർത്ത് കൊറിയക്ക് കൊടുത്തു. ആ ആയുധം വെച്ച് തന്നെ നോർത്ത് കൊറിയ അമേരിക്കനെ തിരിച്ചുപദ്രവിച്ചു. ഇതൊക്കെയാണ് നടക്കുന്നത്. ആ USB-യിൽ ഈ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ വേറെ കുറെ പൈസയുടെ ഇടപാടിന്റെ ഉണ്ട്, അമ്മയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. കട്ട് ചെയ്താൽ സൗത്ത് കൊറിയൻ പ്രസിഡന്റിനെയാണ് കാണിക്കുന്നത്. ആ പ്രസിഡന്റ് റൂമിലിരിക്കുമ്പോൾ ഒരാളെ വിളിപ്പിച്ചിട്ട് ഹീറോയിന്റെ കേസ് ഒന്നും കൂടെ അന്വേഷിക്കാൻ പറയും. കാരണം ഹീറോയിൻ ഒരു സ്പൈ ആണെന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 10-20 വർഷം ഇവരുടെ കൂടെ
വർക്ക് ചെയ്തതാണ് നമ്മുടെ ഹീറോയിൻ. അതുകൊണ്ട് തന്നെ ഈ കേസിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പ്രസിഡന്റിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റിനോട് ഒന്നും കൂടെ റീഓപ്പൺ ചെയ്യാൻ പറയുകയാണത്. എന്നാൽ അസിസ്റ്റന്റിന് അതിനോട് താല്പര്യമില്ല. പക്ഷെ പ്രസിഡന്റിന് അറിയാം ഹീറോയിൻ ഇതിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല, ആരൊക്കെയോ ഹീറോയിനെ ഫ്രെയിം ചെയ്യാൻ നോക്കുന്നതാണെന്ന്. കട്ട് ചെയ്താൽ ബോഡി ഗാർഡിനെയാണ് കാണിക്കുന്നത്. ബോഡി ഗാർഡിനെ കൂട്ടുകാരി വിളിക്കും. കൂട്ടുകാരിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരി അവിടെ പിടിച്ചു വെച്ചേക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ബോട്ട് കയറി പോയത് കൊണ്ടല്ല. ഈ കൂട്ടുകാരിയുടെ പേർക്ക് ആരൊക്കെയോ കള്ളക്കേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് കേസാണെന്ന് അറിയാമോ? ഹസ്ബൻഡിനെ കൊന്ന ഒരു പട്ടാളക്കാരനില്ലേ, ആ പട്ടാളക്കാരന്റെ കുടുംബത്തിലോട്ട് ആരോ പൈസ അയച്ചിട്ടുണ്ട്. എന്നാൽ ഈ കൂട്ടുകാരിയുടെ പേർക്കാണ്. ഇത് ആരൊക്കെയോ ഹയർ ഒഫീഷ്യൽസ് മനഃപൂർവ്വം ചെയ്തതാണ് ഈ കൂട്ടുകാരി പെൺകുട്ടിയുടെ പേർക്ക് ഇടാനായിട്ട്. എന്നാൽ അത് നടന്നില്ല. തെളിവില്ലാത്തതുകൊണ്ട് തന്നെ കൂട്ടുകാരിയെ വിട്ടയച്ചു. ഇപ്പൊ കൂട്ടുകാരിയെ വിളിക്കാനായിട്ട് ബോഡി ഗാർഡ് പോവാണ്. ബോഡി ഗാർഡ് കാറൊക്കെ എടുത്ത് ട്രാഫിക്കിൽ വന്ന് കിടക്കും. മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. കൂട്ടുകാരിയെ വിളിക്കും ഫോണിൽ. നീ എവിടാന്ന് ചോദിച്ചിട്ട് ഞാൻ ട്രാഫിക്കിൽ പെട്ട് കിടക്കാണ്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്. ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ ഒരു കാറ് മനഃപൂർവ്വം ഈ കൂട്ടുകാരി കൊണ്ടുവച്ച് ഇടിക്കും. ഫോൺ വഴി ഇത് ബോഡി ഗാർഡ് കേൾക്കുന്നുണ്ട്. ബോഡി ഗാർഡിന് മനസ്സിലായി കൂട്ടുകാരിക്ക് എന്തോ ആക്സിഡന്റ് പറ്റിയെന്ന്. ഓടി അടുത്തോട് ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോൾ കൂട്ടുകാരി കാണാനില്ല. ആരൊക്കെ ആംബുലൻസിൽ എടുത്ത് കയറ്റിക്കൊണ്ട് പോയി. അത്ര പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ ആംബുലൻസ് വന്ന് കയറ്റിക്കൊണ്ട് പോയി. എന്താ പ്രശ്നം എന്ന് അറിയാൻ പാടില്ല. ബോഡി ഗാർഡ് ഹീറോയിനെ വിളിച്ച് കാര്യം പറയും. കൂട്ടുകാരി ആരോ ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് പോയെന്ന്. പക്ഷെ ഏത് ആംബുലൻസ് ആണെന്ന് അറിയാൻ പാടില്ല. പിന്നെ ഈ ആക്സിഡന്റ് നടക്കണേ മുമ്പ് ഹീറോയിൻ ആ പയ്യന്റെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നു. ആ പയ്യനോട് ഹീറോയിന് വെറുപ്പൊന്നുമില്ല, ഇഷ്ടമാണ്. പയ്യന്റെ അടുത്ത് ചെന്നിട്ട് അവന്റെ അടുത്ത് ഇരിക്കും. അവൻ എന്തോ പടം വരയ്ക്കുമായിരുന്നു. എന്തോ ഒരു മാന്റെ പടമാണ് വരയ്ക്കുന്നത്. ഡീറില്ലേ, അതാണ്. ഹീറോയിൻ ചോദിക്കും എന്താ മോൻ വരയ്ക്കുന്നതെന്ന്. അവനൊരു മാന്റെ പടമാണ് വരയ്ക്കുന്നത്. അത് വരയ്ക്കുന്നത് ഹീറോയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ മാന്റെ പടം വരച്ച് ഹീറോയ്ക്ക് കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അയാളെ കാണുമ്പോൾ മാനെ പോലാണ് തോന്നുന്നത്. മാൻ ഒരു പ്രത്യേകതയുണ്ട്. കുടുംബത്തിന് വേണ്ടിയോ അതിന്റെ കുട്ടികൾക്ക് വേണ്ടിയോ സിംഹത്തിനെ വരെ അതിനടിച്ചിടാൻ കേപ്പബിലിറ്റി ഉണ്ട്. അത്രയും കഴിവുള്ള ജീവിയാണ് മാൻ. കൊള്ളാല്ലേ? അതായത് ആ മാൻ കുടുംബത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ മാന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും അതൊരു സിംഹത്തിനെ വരെ നശിപ്പിച്ചു കളയും, കൊന്നുകളയും. അത്രയും കഴിവുണ്ട്. അതുകൊണ്ടാണ് ഹീറോയിൻ അങ്ങനെ പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ ഹീറോന്റെ കാര്യങ്ങളൊക്കെ ഓർക്കും. ഹീറോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നോ ഹീറോയിന് വേണ്ടിയിട്ട്? അതൊക്കെ ഓർക്കും. ഇപ്പൊ പ്രസന്റിലോട്ട് വന്നാൽ ബോഡി ഗാർഡിനെ വിളിച്ച് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഹീറോയിന്റെ ഫോണിലോട്ട് കോള് വരും. വിളിച്ചത് അമ്മയാണ് കൂട്ടുകാരിയെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. 1 മണിക്കൂറിനുള്ളിൽ ഹീറോയിൻ ആ കുട്ടിയും കൊണ്ട് അമ്മായിയമ്മയുടെ അടുത്ത് വന്നില്ലെങ്കിൽ കൂട്ടുകാരിയുടെ ഓരോ കാലും കൈയായിട്ട് മുറിച്ചു മാറ്റുമെന്ന് ഹീറോയിനോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ഹീറോയിന് വേറെ മാർഗ്ഗമില്ല, ആ കുട്ടിയും കൊണ്ട് പോയേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ കൂട്ടുകാരിയുടെ ഓരോ കാലായിട്ട് മുറിച്ചു മാറ്റും. അത് വലിയ പ്രശ്നമായിട്ട് മാറും. ഹീറോയിന്റെ കൂടെ നടക്കുന്ന ഒരു പെൺകുട്ടിയുടെ കാല് മുറിച്ചു മാറ്റാന്ന് പറഞ്ഞാൽ അത് ഹീറോയിന് സഹിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഹീറോയിൻ ആ കുട്ടിയും വിളിച്ചുകൊണ്ട് കുറെ സാധനങ്ങളും എന്തൊക്കെയോ എടുത്തുകൊണ്ട് നേരെ അതിന്റെ അമ്മയുടെ അടുത്ത് ചെല്ലും. രണ്ടാം ഭാര്യയുടെ അടുത്ത് ചെല്ലും. എന്നിട്ട് രണ്ടാം ഭാര്യയോട് കാര്യം പറയും. രണ്ടാം ഭാര്യ കുട്ടീനെ പിടിച്ച് മാറ്റി നിർത്തും, ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഹീറോയിന്റെ പ്ലാൻ അതല്ല. ഹീറോയിൻ രണ്ടാം ഭാര്യനെയും കുട്ടീനെയും ഇവിടുന്ന് പറഞ്ഞുവിടാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവരെ ഇതിനകത്തോട്ട് വലിച്ചിടാൻ ഹീറോയിന് താല്പര്യമില്ല. ഹീറോയിൻ ആ സ്ത്രീയെ ഇഷ്ടമല്ലെങ്കിലും ഇപ്പൊ എന്തോ ആ കുട്ടീനെ ഓർത്തിട്ടാണെന്ന് തോന്നുന്നു. പാവം തോന്നും. ആ സ്ത്രീയോട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറയും. എന്നാൽ സ്ത്രീ അവിടുത്തെ TV ഓണാക്കി വാർത്ത കാണിച്ചു കൊടുക്കും. ഇഡീഷ എന്ന് പറയുന്ന ഒരു രാജ്യത്തിലെ രാജാവ് അമേരിക്കക്കാരെ എല്ലാരെയും നശിപ്പിച്ചു കളയെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടുണ്ട്. അവരുടെ ഏതോ ന്യൂക്ലിയർ ആക്രമണത്തിനായിട്ട് ബോംബുകളൊക്കെ ഉണ്ട്. അതിട്ടിട്ട് അമേരിക്ക മൊത്തം നശിപ്പിച്ചു കളയെന്ന് പറഞ്ഞിട്ടാണ് മിരട്ടുന്നത്. അമേരിക്ക സാധാരണ ബാക്കിയുള്ള ജനങ്ങളെല്ലാം ഉപദ്രവിക്കാറ്. ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇയാള് ന്യൂസിന്റെ മുമ്പിൽ ഇറങ്ങിയിരുന്നിട്ട് ഭയങ്കര രീതിയിൽ ഭയങ്കര കോൺഫിഡൻസിൽ വെല്ലുവിളിക്കുകയാണ് അമേരിക്കയിലുള്ള ആൾക്കാർ. ഇയാളെല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഏതോ ഒരു സബ്മറൈൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നോർത്ത് കൊറിയയിൽ നിന്നാണ് ആ സബ്മറൈൻ ഇഡീഷ്യയിലോട്ട് പോകുന്നത്. ഇഡീഷ്യയാണ് ആ സബ്മറൈൻ വാങ്ങാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ നോർത്ത് കൊറിയ അങ്ങനെ ഒരു സബ്മറൈൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് സംഭവം എന്ന്. ഈ വിവരം അമേരിക്കക്കാർ അറിയുന്നുണ്ട്. അമേരിക്കക്കാരാകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അവര് പ്രതിരോധ മാർഗമൊന്നും എടുത്തിട്ടില്ല, എല്ലാം പെട്ടെന്നായിരുന്നു. ഇത് ന്യൂസിൽ അവർ കാണുന്നുണ്ട്, ഇഡീഷ്യയിലെ രാജാവ് ഇവരെ വെല്ലുവിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൊറിയൻ പ്രസിഡന്റിനെ കാണിക്കുകയാണെങ്കിൽ പ്രസിഡന്റിന്റെ ആളിനെ വിളിച്ചിട്ട് മറ്റേ അസിസ്റ്റന്റിന്റെ ആൾക്കാരൊന്നും അറിയാതെ ഹീറോയിനുമായിട്ടൊരു മീറ്റിംഗ് വെക്കാമോ എന്ന് ചോദിക്കും. ഈ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ NISന്റെ ആളാണ്. പോലീസായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ്, എനിക്കറിയില്ല. എന്തായാലും അയാൾക്ക് ആൾക്കാരെ പിടിച്ച് ജയിലിടാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിനുമായിട്ടുള്ള മീറ്റിംഗ് അസിസ്റ്റന്റ് അറിയില്ലെന്ന് പ്രസിഡന്റിന്റെ ആളിനോട് പറയും. അയാൾ ഹീറോയിനുമായിട്ടുള്ള മീറ്റിംഗിനായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് പോകും. വീണ്ടും ഹീറോയിനെ കാണിക്കുകയാണെങ്കിൽ ഹീറോയിൻ രണ്ടാം ഭാര്യയും വിളിച്ചുകൊണ്ട് അവളെ മോനെ രക്ഷപ്പെടുത്താനായിട്ട് പുറത്തോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവളോട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറഞ്ഞു വിടും. കുറച്ചു നേരം നടന്നിട്ട് മോനോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഈ സ്ത്രീ തിരിച്ചു വരും. എന്നിട്ട് ഹീറോയിനോട് പറയും അവളുടെ കഴുത്തിൽ കിടക്കുന്ന മാല ഒറിജിനൽ അല്ലാന്ന്. രണ്ടാം ഭാര്യയുടെ കഴുത്തിൽ കിടക്കുന്ന മാല ഒറിജിനൽ അല്ല, പകരം ഹീറോയിന്റെ കഴുത്തിൽ കിടക്കുന്ന മാലയാണ് ഒറിജിനൽ. അതുപോലെ തന്നെ ഹസ്ബൻഡ് ഈ സ്ത്രീയായിട്ട് 9 വർഷമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഇതിനൊന്നും അറിയാതെ വല്ലതും പറ്റിയതായിരിക്കും, അറിയില്ല. എന്തായാലും ഹസ്ബൻഡ് സ്നേഹിച്ചത് ഹീറോയിനെയാണ്, ഒരിക്കലും ഈ രണ്ടാം ഭാര്യനെ അല്ല. ഇത് ഹീറോയിനോട് പോവാൻ നേരത്ത് പറയും. ഹസ്ബൻഡ് ഹീറോയിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന്. ഈ ഹസ്ബൻഡ് എല്ലാ ആഴ്ചയും ഈ രണ്ടാം ഭാര്യയെ കാണാൻ ചെല്ലും. രണ്ടാം ഭാര്യയില്ല, മോനെ കാണാനാണ് ചെല്ലുന്നത്. രണ്ടാം ഭാര്യയായിട്ട് വലിയ കണക്ഷൻ ഒന്നുമില്ല, ഹസ്ബൻഡിന്റെ മോൻ തന്നെയാണ് അത്. മോനെ കാണാനാണ് ആ വീട്ടിൽ ചെന്നോണ്ടിരുന്നത്, ഒരിക്കലും ഈ രണ്ടാം ഭാര്യ കാണാനല്ല. ഇതും പറഞ്ഞ് ആ സ്ത്രീ അവിടെ നിന്ന്
അവിടുന്ന് പോകും. ആ സ്ത്രീ പോയ ഉടനെ ഹീറോയും അങ്ങോട്ട് വരും. ഹീറോയാണ് അവരെ കാറ് കയറ്റി കൊണ്ടുപോകാൻ പോകുന്നത്. ഹീറോ പോണേന് മുമ്പ് ഹീറോയും വിളിച്ചിട്ട് സൂക്ഷിച്ച് വണ്ടി ഓടിച്ച് പോണേന്ന് പറയും. ഹീറോയിൻ ഞാൻ എന്തായാലും തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. അവര് പോയ ഉടനെ ഹീറോയിൻ ഫോൺ എടുത്തിട്ട് അമേരിക്കൻ സെക്രട്ടറിയെ വിളിക്കും. എന്നിട്ട് എന്താ പറയുന്നതെന്ന് അറിയാമോ? ഇഡീഷ്യക്ക് നോർത്ത് കൊറിയ ആ സബ്മറൈൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പകരം ഇഡീഷ്യ പൈസ കൊടുക്കണം നോർത്ത് കൊറിയക്ക്. ഈ പൈസ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്താൽ നോർത്ത് കൊറിയ ആ സബ്മറൈൻ ഒരിക്കലും ഇഡീഷ്യക്ക് കൊടുക്കത്തില്ല. പകരം യുദ്ധം നടക്കത്തില്ല, അവിടെ ഫ്രീസ് ആവും. ഇതാണ് ഹീറോയിന്റെ പ്ലാൻ. അതുകൊണ്ട് തന്നെ ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ അമേരിക്കൻ സെക്രട്ടറിയോട് പറയും. അമേരിക്കൻ സെക്രട്ടറി അയാളുടെ ഫുൾ പൊട്ടൻഷ്യൽ ഹീറോയിന് വേണ്ടി ഉപയോഗിക്കാന്ന് പറയും. ഹീറോയിന് വേണ്ടിയല്ല, ആ രാജ്യത്തിന് വേണ്ടിയിട്ട്, എല്ലാ രാജ്യങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടുമാണ് ചെയ്യുന്നത്. ഈ യുദ്ധം നടക്കുവാണെങ്കിൽ കുറെ രാജ്യങ്ങൾ നശിച്ചു പോകും. ഓരോ രാജ്യങ്ങളും മറ്റേ കുറെ രാജ്യങ്ങളെ കൂട്ടുപിടിച്ചിട്ട് പല രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യും. ഒരു രാജ്യത്തിന് പ്രശ്നം വന്നാൽ വേറെ കുറെ രാജ്യങ്ങൾ കൂട്ടുപിടിക്കത്തില്ലേ? അതുപോലെ തന്നെ ഒരു വേൾഡ് വാർ 3 എന്ന് വേണമെങ്കിൽ പറയാം. അത് സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കാനാണ് ഹീറോയിനൊക്കെ നോക്കുന്നത്. ഇത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. ഹീറോയിൻ ഫോൺ കട്ട് ചെയ്ത് കാർ എടുത്തിട്ട് എങ്ങോട്ടോ പോവാണ്, അറിയില്ല. ഈ നേരം ഹീറോ രണ്ടാം ഭാര്യയും മോനെയും കൊണ്ട് ഒരു സ്ഥലത്ത് വന്നിട്ട് കുറച്ച് ആൾക്കാരുടെ കയ്യിൽ പൈസ കൊടുക്കും. അവര് ആ ഭാര്യനെയും മോനെയും സേഫ് ആയിട്ട് വേറെ രാജ്യത്തോട്ട് കടത്തി അയക്കും. പൈസ കൊടുത്തിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഹീറോയിൻ കാറിൽ പോകുന്ന സമയത്ത് തന്നെ ഹീറോനെ ഫോൺ വിളിക്കും. എന്നിട്ട് ഹീറോനോട് എന്താ പറയുന്നതെന്ന് അറിയാമോ? ഹീറോയിൻ അമ്മായിയമ്മയെ കാണാൻ പോവാണെന്നാണ്. ഹീറോ സമ്മതിക്കത്തില്ല. നീ എവിടാന്ന് പറ, ഞാൻ വരാന്ന് പറയുമ്പോൾ അവള് പറയും നീ പോയി പ്രസിഡന്റിനെ കണ്ട് കാര്യങ്ങൾ പറയണം. പ്രസിഡന്റ് നേരിട്ട് അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ യുദ്ധത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനം ഉണ്ടാക്കാൻ പറ്റും. അവര് തമ്മിൽ കണക്ഷൻ കൊണ്ടുവരാൻ പറ്റും. പ്രസിഡന്റുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണെങ്കിൽ യുദ്ധം നടക്കാതെ അത് തടഞ്ഞു നിർത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ സൗത്ത് കൊറിയൻ പ്രസിഡന്റിനെ ഹീറോ പോയി കാണാൻ ഹീറോയിൻ പറയും. ആ സമയം കൊണ്ട് ഹീറോയിൻ അമ്മായിയമ്മേനെ പോയി കണ്ടിട്ട് കൂട്ടുകാരെ രക്ഷിച്ചുകൊണ്ട് വരാന്ന് ഹീറോയിനോട് പറയും. ഹീറോയിന്റെ അമ്മായിയമ്മയല്ലേ, ഹീറോയിനെ എന്തായാലും കൊല്ലത്തില്ലാന്ന് ഹീറോയിന് കോൺഫിഡൻസ് ഉണ്ട്. എന്നാൽ അവര് സാധാരണ ഒരു സ്ത്രീ അല്ല. ഏതായാലും ഹീറോയിനോട് പ്രസിഡന്റിനെ കാണാൻ പോകാൻ പറയും. ഹീറോ അവളോട് ശ്രദ്ധിച്ചിട്ടൊക്കെ പോകണമെന്ന് പറയും. ഹീറോയിൻ നേരെ കാർ എടുത്ത് അമ്മായിയമ്മേനെ വന്ന് കാണും. അമ്മായിയമ്മ വന്നിട്ട് ഹീറോയിനോട് ചോദിക്കുന്നത് കുട്ടി എന്തിയെന്നാണ്. കുട്ടിയെ നാട് കടത്തിയെന്ന് അമ്മായിയമ്മയോട് പറയും. ഇത് കേൾക്കുന്ന അമ്മായിയമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് ഫോൺ എടുത്തിട്ട് ഡോക്ടറിനെ വിളിക്കും. ഡോക്ടറിനെ വിളിച്ചിട്ട് ഹീറോയിന്റെ കൂട്ടുകാരിയുടെ ഒന്നാമത്തെ കാല് വെട്ടി മാറ്റാൻ പറയും. ഹീറോയിൻ ഒരു ഡോക്യുമെന്റ് എടുത്ത് കാണിച്ചിട്ട് ആ പയ്യനൊന്നും വേണ്ട, അതെല്ലാം നിങ്ങൾക്ക് തരാനാണെന്ന് പറഞ്ഞിട്ട് തന്ന ഡോക്യുമെന്റ് ആണെന്ന് പറഞ്ഞിട്ട് ആ ഡോക്യുമെന്റ് എടുത്ത് കൊടുക്കും. എന്നാൽ ഇവർക്ക് ഈ ഡോക്യുമെന്റ് കണ്ടിട്ട് വിശ്വാസം വരുന്നില്ല. ഹീറോയിൻ പറയും ഇത് ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണെങ്കിൽ എന്നെ തട്ടിക്കൊണ്ട് പോയിട്ട് എന്റെ കാല് നിങ്ങൾ മുറിച്ചു മാറ്റിക്കോ, കൂട്ടുകാരിയുടെ അല്ല, ഞാൻ നിങ്ങൾക്ക് നിന്ന് തരാന്ന്. അതുകൊണ്ട് തന്നെ ഫോൺ എടുത്തിട്ട് ഡോക്ടറിനെ വിളിച്ചിട്ട് കാല് മുറിച്ചു മാറ്റണ്ടെന്ന് പറയും. പകരം സർജറി ചെയ്യണം. കൂട്ടുകാരിക്ക് ആക്സിഡന്റ് പറ്റിയോണ്ട് തന്നെ സർജറി ചെയ്തില്ലെങ്കിൽ രക്ഷപ്പെടത്തില്ല. ഇത്രയും നേരം അവളെ ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കുമായിരുന്നു. ഇനി സർജറി ചെയ്തില്ലെങ്കിൽ മരിച്ചു പോകും. അതുകൊണ്ട് തന്നെ അവളെ രക്ഷിക്കാനുള്ള പരിപാടി നോക്കി കഴിഞ്ഞു. ഇപ്പൊ ഹീറോയിൻ അമ്മയുടെ കൂടെ പോകണം. എങ്ങോട്ടോ ഹെലികോപ്റ്റർ എടുത്തിട്ട് ഏതോ ഷിപ്പിലോട്ടാണ് പോകുന്നത്. ഇവർക്ക് എന്തോ വലിയ പ്ലാനൊക്കെ ഉണ്ട്, അറിയില്ല. കൂടെ തന്നെ മറ്റേ ബ്രദറും ഉണ്ട്. ഇവരെല്ലാരും കൂടെ ഹെലികോപ്റ്റർ കയറി എങ്ങോട്ടോ പോകും. ഈ നേരം ഹീറോ പ്രസിഡന്റിനെ കാണാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കടലിൽ ആ സബ്മറൈൻ പോകുന്നതായിട്ട് കാണിച്ചുകൊണ്ട് 8ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എന്നാ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിനു മുമ്പ് ലൈക്ക് തരാത്തൊരു ലൈക്ക് വന്നോളൂ, ഹൈപ്പ് തരാത്തൊരു ഹൈപ്പ് വന്നോളൂ. എന്നാ പിന്നെ ഓക്കേ, ബൈ.